സിംഗിൾ ഓണർഷിപ്പാണ്. പുതിയ ടെസ്റ്റ് പേപ്പറെല്ലാം ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഇൻഷുറൻസ് പുതിയത് 2 വർഷം കിട്ടുമല്ലോ. 2 വർഷം കിട്ടും. ഡീസലാ. ഇത് നമ്മളെല്ലാ മോഡലും എല്ലാ രീതിക്കും പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. കൊല്ലം മോഡലിൽ സ്റ്റീല് ബക്കറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം കയറ്റി പണിഞ്ഞ 2018 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണറാണ്. 10-11 മാസത്തോളം പേപ്പറുണ്ട്. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. നമുക്കിത് വണ്ടിയെല്ലാം പണി ഇത് 10 മാസം പേപ്പർ കിടപ്പുണ്ട്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വെള്ളിമുഖം, അതായത് നമ്മുടെ ടാറ്റ ഐറിസിൻ്റെ കളക്ഷനുള്ള ഷോറൂമാണ്. ടാറ്റ ഐറിസ് ഉണ്ട്, അതേമാതിരി ഓട്ടോറിക്ഷയുണ്ട്, കാർ എല്ലാം മിക്സ് ആയിട്ടുള്ള ഷോറൂമാണ്. നമ്മുടെ ജയഞ്ചേൻ്റെ അടുത്ത് ശബരി ആട്ടോ സെയിലാണ് ഷോറൂമിൻ്റെ പേര്. ചേട്ടാ വീട്ടിലോട്ട് സ്വാഗതം. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമോ? ഇത് കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കലാണ് സ്ഥലം. കൊല്ലം തിരുവനന്തപുരം ഹൈവേയിൽ ചാത്തന്നൂർ കഴിഞ്ഞിട്ട് കല്ലുവാതുക്കലിന് ഇടയ്ക്ക് കല്ലുവാതുക്കൽ 1/2 കിലോമീറ്റർ പിറകിലോട്ടാണ് ഈ സ്ഥാപനം. സർവീസ് റോഡിലാണ്. സർവീസ് റോഡ് മെയിൻ റോഡ് പോകുന്നതിനെ കാണാൻ പറ്റും. തീർച്ചയായും. ഓക്കെ, അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ഫസ്റ്റ് വണ്ടി ടാറ്റ ഐറിസ്. ഇത് 2019 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് 2028 ഫെബ്രുവരി വരെ ടെസ്റ്റ് കിടക്കുന്ന വണ്ടിയാണ്. 2 വർഷം പേപ്പർ ഉണ്ടല്ലേ? 2 വർഷം ഫുൾ പേപ്പർ ഉണ്ട്. ഓക്കെ, 2 വർഷം അല്ല, 25 മാസം പേപ്പർ കിടക്കും. 25 മാസം പേപ്പർ ഉണ്ട്. ഓക്കെ, അഡ്വാൻസ് ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ടയർ പുതിയത്. ടയർ പുത്തൻ ടയർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് 290 നമ്മൾ ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആണല്ലോ? തീർച്ചയായും. ഫിനാൻസ് എത്ര കയറും ചേട്ടാ? ഫിനാൻസ് ഇത് 2 ലക്ഷം രൂപ വരെ കയറും. ചേട്ടാ, ഫിനാൻസ് നമുക്ക് ഈ ഏരിയയിൽ കിട്ടത്തുള്ളൂ? അതൊക്കെ ഓൾ കേരള കിട്ടും. എവിടെയാണ് കിട്ടും? ഓക്കെ ചേട്ടാ, നെക്സ്റ്റ് ടാറ്റയുടെ ഗുഡ്സ് വണ്ടിയാണ്. 2013 വണ്ടിയാണ്. 10-11 മാസം പേപ്പർ കിടപ്പുണ്ട്. ഓക്കെ, ഇത് അത്യാവശ്യം ആവറേജ് ഒരു വണ്ടിയാണ്. ഓക്കെ, എഞ്ചിൻ ഭാഗമൊക്കെ കുഴപ്പമില്ലല്ലോ കേട്ടോ? ഇല്ല. ടയർ കണ്ടീഷനൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 75 രൂപ. 75 രൂപ. ഓക്കെ, ലോൺ കയറില്ലല്ലോ? 13. ഇത് ലോണ് കയറില്ല. അടുത്ത മഹേന്ദ്രയുടെ ജീത്തോ അല്ലേ? ജീത്തോ 2016 വണ്ടിയാണ്. ജീത്തോ പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഗുഡ്സ് ആണ് കേട്ടോ? ഗുഡ്സ് ആണ്. ഓക്കെ, ടയർ കണ്ടീഷനെല്ലാം കൊള്ളാം. ടെസ്റ്റ് ചെയ്ത് പേപ്പറായി കൊടുക്കും കേട്ടോ? അതെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ പേപ്പറാക്കി 180 പ്രതീക്ഷിക്കുന്നത്. 180. ലോൺ എത്ര വരും ചേട്ടാ? ലോൺ ഇത് പ്രൊഫൈലുള്ളവർക്ക് ഒരു 140, 150 വരെ കയറും. ഒരു 4 ഓട്ടോറിക്ഷ കിടപ്പുണ്ടല്ലോ ചേട്ടാ? അതിൽ 3 CNG കിടപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ടി എങ്ങനെയാണ് ചേട്ടാ? ഇത് 2023 പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് ഫുള്ള് വർക്ക് ചെയ്ത വണ്ടിയാണ്. കൊല്ലം മോഡലെല്ലാം എല്ലാ വർക്കും ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ബക്കറ്റ് സീറ്റ് എല്ലാം അടിച്ച് കൂടിയ സീറ്റ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷൻ എല്ലാം ഗുഡാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര ചേട്ടാ? ഇത് ഓണർഷിപ്പ് ഫസ്റ്റ് ആണ്. ഓക്കെ, വണ്ടി എല്ലാം പണിയും ചെയ്തിട്ടേക്കല്ലോ ചേട്ടാ? എല്ലാ പണിയും ചെയ്തിരിക്കുക. 2 വർഷത്തെ പേപ്പർ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അതെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ? ഇത് 1,95,000 രൂപ. 95. ലോൺ എത്ര കയറും? ലോൺ ഇത് സിവിലും കാര്യങ്ങളും ഉള്ളവർക്കൊക്കെ 160 വരെയൊക്കെ ലോൺ കയറും. അടുത്ത് CNG തന്നെയാണ്. ബജാജ് CNG 2022 വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാണ്. പുതിയ ടെസ്റ്റ് പേപ്പറെല്ലാം ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഇൻഷുറൻസ് പുതിയത്. 2 വർഷം കിട്ടുമല്ലോ? 2 വർഷം കിട്ടും. ഇതെല്ലാം വർക്ക് ചെയ്തിട്ട് കൊല്ലം വർക്ക് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ? ബക്കറ്റ് സീറ്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റൂഫ് എല്ലാ രീതിയിലും എല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 വർഷത്തെ പേപ്പർ എടുത്ത് 1,80,000 രൂപയാണ് ചോദിക്കുന്നത്. ടയറെല്ലാം പുത്തനാണ്. പുത്തൻ വണ്ടി എടുക്കാല്ലേ? ഓക്കെ, ലോൺ എത്ര ചേട്ടാ? ഇത് 1.5 രൂപ മേലെ ലോൺ വരും. ഓക്കെ, നമ്മുടെ റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? ചെറുതായി. ഇത് 2024. ഇത് 2024 വണ്ടി. ഓക്കെ, ഇത് 1 വർഷം പേപ്പറുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേരുമാറി കൊടുക്കും. ഇത് കമ്പനി ഇറങ്ങുന്നില്ല? അല്ല, ടോപ്പ് അടിച്ച വണ്ടി. ടോപ്പ് അടിച്ചിട്ടുണ്ടല്ലേ? ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ശരി. റെക്സിനെല്ലാം അടിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റ് ആയിരിക്കും. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി 2,05,000 രൂപയ്ക്ക് കൊടുക്കും. 2.5. ഓക്കെ, ലോൺ എത്ര? ലോൺ 1.25 രൂപ കിട്ടും. അടുത്ത വണ്ടി ഇത് 2022 ഡീസലാ. ഇത് നമ്മളെല്ലാ മോഡലും എല്ലാ രീതിക്കും പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. കൊല്ലം മോഡലിൽ സ്റ്റീല് ബക്കറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം കയറ്റി പണിഞ്ഞ വണ്ടിയാണ്. BS6 ആണല്ലേ? BS6 ആണ്. ഓക്കെ, ഇതെല്ലാം ചെയ്തിരിക്കുന്നുണ്ട്. സീറ്റ് എല്ലാം പുത്തനായിട്ട് ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ്, ഫ്രണ്ട് ബാക്ക് ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിക്കും. ഹൈറ്റ് പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. റൂഫ് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ പ്രൈസ്? ഇത് 2 ലക്ഷം രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 വർഷം പേപ്പറുണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ലോണും ലോണ് പ്രൊഫൈലുള്ളവർക്ക് ഒരു 1.25, 140 വരെ കിട്ടും. 23 വണ്ടിയാണ്. ഡീസലാണോ കേട്ടോ? ഡീസൽ വണ്ടിയാണ്. ബജാജ് ഡീസൽ അല്ലേ? അതിൻ്റെ ടയർ 3 പുത്തൻ ടയർ. അത്യാവശ്യം പൊക്കി പണിഞ്ഞ വണ്ടിയാണ്.
സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് റൂഫ് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, കൊല്ലം മോഡൽ ആയിട്ടുണ്ട്. ടയറെല്ലാം പുത്തൻ ടയറുണ്ട്. എല്ലാ ടയറും പുത്തൻ ടയറല്ലേ കേട്ടോ? 3 പുത്തൻ ടയറാണ്. ഓക്കെ, ഇത് കണ്ടീഷൻ വണ്ടിയാണല്ലോ? കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, ഇതെങ്ങനെയാ വില? അതുപോലെ സ്റ്റീലും കാര്യങ്ങളും പണിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത് 2,10,000 രൂപ. 2,10,000. ലോണ് കിട്ടും. ഇത് 1.25 വരെയൊക്കെ ലോണ് കിട്ടും. 2018 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണറാണ്. ഓക്കെ, 10-11 മാസത്തോളം പേപ്പറുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കാം. വണ്ടി നീറ്റാണല്ലോ കേട്ടോ? എന്തോ നീറ്റാണല്ലോ വണ്ടി? വണ്ടി നീറ്റാ. നമ്മളെല്ലാ പണിയും ചെയ്തിട്ട് കൊടുക്കുന്നത്. ടാറ്റയുടെ ഇൻബിൽറ്റ് സീറ്റ് ഒക്കെ ഇരിപ്പുണ്ടല്ലേ? അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് 2,35,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, ഫിനാൻസ് എത്ര ചേട്ടാ? ഫിനാൻസ് ഏരിയ അനുസരിച്ചാണ്. 1,70 മുതൽ ഫിനാൻസ് കിട്ടും. ഇത് 2014ആണ്. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, നമുക്കിത് വണ്ടിയെല്ലാം പണിഭാഗം തീർത്ത് കിടക്കുന്ന, പക്ഷെ പേപ്പർ കുറവാണ്. പേപ്പർ എടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പേപ്പർ ഇല്ലാതെ വേണമെങ്കിലും കൊടുക്കാം. പേപ്പർ 2 മാസം കൂടെ ഉള്ളൂ. 2 മാസത്തിനുള്ളല്ലേ? ഓക്കെ, എങ്ങനെ വേണം കൊടുക്കാം? പേപ്പർ എടുത്ത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? അതപ്പം പാർട്ടി വരുന്നതിനനുസരിച്ച്, പേപ്പറിനനുസരിച്ച് അവർ എടുത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലാതെ അങ്ങനെ വ്യത്യാസം വരാം. എന്നാലും മിനിമം ഒരു നമ്മൾ ഇത് ഇപ്പം നിലവിൽ കാണുന്ന കണ്ടീഷൻ 1,60. പിന്നെ പേപ്പർ എടുത്ത് കൊടുക്കണം. എൻ്റെ 2015 വണ്ടിയാണ്. ഓക്കെ, ഇത് 10 മാസം പേപ്പർ കിടപ്പുണ്ട്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മെക്കാനിക്കലെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടി. എല്ലാ വണ്ടിയും മെക്കാനിക്കൽ ചെയ്യുന്ന തന്നെ, പൊതുവെ പറയേണ്ട കാര്യമില്ല. വണ്ടി കണ്ടീഷൻ ഇത് 2,05,000 രൂപ നമ്മൾ ചോദിക്കാം. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. സെൻസർ ഇല്ലാത്ത വണ്ടി അല്ലേ? ഓക്കെ, അപ്പോൾ 2,05,000 ലോൺ എത്ര കയറും ചേട്ടാ? ലോൺ ഇത് 1,30, 40 കയറും. ഓക്കെ, അടുത്ത വണ്ടി ഇത് 2018 11 മാസം വണ്ടിയാണ്. ഇതിന്നിപ്പോൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്. പേപ്പർ ഒരു വർഷത്തിനടുത്ത് പേപ്പർ കിടപ്പുണ്ട്. എല്ലാം പെയിന്റിംഗ് ഒക്കെ ഇച്ചിരി മോശമായിരുന്നു, അത് ചെയ്യിച്ചതാണ്. ക്ലിയർ ആക്കിയിട്ടുണ്ടല്ലേ? എല്ലാം ക്ലിയർ ആക്കിയിട്ട് വണ്ടി. ഇതിന്റെ പ്രൈസ്? ടയറെല്ലാം മാറി കൊടുക്കും. ടയർ ആവറേജ് കണ്ടീഷൻ മാറ്റി കൊടുക്കും. മാറ്റി കൊടുക്കും. ഇതെങ്ങനെ? ഇത് 2,50,000 രൂപ. 2,00,000. അപ്പോൾ അടുത്ത ടാറ്റ ഐറിസ്. ഇത് 2018 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, പേപ്പർ പിന്നെ 7 മാസം പേപ്പറുണ്ട്. ഇത് നമ്മൾ പേര് മാറി പിന്നെ വണ്ടി വിൽക്കുന്ന റേറ്റ് 2,35,000. ഓക്കെ, ഇത് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എത്ര പറഞ്ഞു ചേട്ടാ? 2,35,000. ലോൺ എത്ര കയറും? ലോണ് ഏകദേശം 1,80,000 കയറും. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു നമ്മുടെ സ്വിഫ്റ്റ് ഡീസൽ കാർ. VDI ഡീസൽ VDI. 2030 വരെ പേപ്പർ. 2010 വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് ഇച്ചിരി കൂടുതലാണ്, 4-5 കണ്ടാണ്. ഓക്കെ, പക്ഷെ വണ്ടി പക്കയാണ്. വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ പക്കയുള്ള വണ്ടിയാണ്. അത്യാവശ്യം ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അലോയ് വീലുണ്ട്. ഫ്രണ്ടിൽ പുത്തൻ ടയർ, ബാക്ക് 2 ആവറേജ് ഉണ്ട്. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ ഒക്കെ നീറ്റ് ആണോ? സീറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്. 1,80 വില. 1,80. പക്ഷേ നല്ല മൈലേജ് ആണ്. ഡീസൽ മൈലേജ് ഒരു 10-20 മൈലേജ് കിട്ടും തീർച്ചയായും. ഓക്കെ, ഇതിൻ്റെ അടുത്ത് 2015 വണ്ടിയാണ്. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, ഇത് നമ്മൾ ഇതും പേപ്പർ കുറവാണ്. പേപ്പർ എടുത്ത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും, അല്ലാതെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇത് നമ്മൾ പേപ്പർ ഇല്ലാതെ വില 1,75. 1,75 അല്ലേ? ഈ നിലവിൽ കാണുന്ന കണ്ടീഷനിൽ. ഓക്കെ ഏട്ടാ, 2015 വണ്ടിയാണ്. 15 വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പാണ്. പിന്നെ ലോൺ കയറും കേട്ടോ 15. ഇതൊക്കെ ഏരിയ, ഇത് ഈ വണ്ടിക്ക് മിക്കാനും ഏരിയ ബേസാണല്ലേ. ചില ഏരിയയിൽ ആയിട്ട് 10, 15, 20 രൂപയുടെ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇത് 2020 രജിസ്ട്രേഷൻ വണ്ടിയായത്. പ്രൈവറ്റ് വണ്ടിയാണ്. ഇത് ഹൈ ക്വാളിറ്റി. ഇത് നമുക്ക് ഇത്രയും നാളത്തെ എൻ്റെ പിന്നെ കച്ചവടത്തിനിടയ്ക്ക് 2020 രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. നമ്മളിത് വണ്ടി എത്ര ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ഓണേഴ്സ് വണ്ടിയായിരുന്നല്ലേ? ഓണേഴ്സ് വണ്ടിയാണ്. ഓക്കെ, അപ്പം ഓട്ടോ കുറച്ച് കുറവായിരിക്കുമല്ലോ. ഇത് വില നമുക്കുള്ള 2,85. 2,85 അല്ലേ? ഓക്കെ, ലോൺ കണ്ണാടി പോലെ കിടക്കുന്ന വണ്ടി. 2 രൂപ എന്തായാലും ലോൺ കിട്ടും. 2019 സിംഗിൾ ഓണർഷിപ്പ് ജീത്തോയാണ്. അല്ലേ? ഓക്കെ, ഇത് 1,09,000 കിലോമീറ്റർ. വണ്ടി നീറ്റാണ്. ഫ്രണ്ട് 2 പുത്തൻ ടയർ, ബാക്ക് 90% ടയർ. സീറ്റ് നല്ല പ്രീമിയം, എല്ലാം അഡീഷണൽ, എല്ലാം നല്ല സെറ്റപ്പ് വണ്ടിയാണ്. നല്ല സീറ്റ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 4,00,000 രൂപ നമ്മളുടെ വില. പ്രൈസ് കേട്ടില്ല, വില കേട്ടില്ല. എന്തോ വില എത്ര പറഞ്ഞത്? 4,00,000 രൂപ. 12 മാസം പേപ്പറുണ്ട്. ഓക്കെ, ലോൺ എത്ര? ലോൺ ഇത് ഏരിയ ബേസ് ചിലടത്ത് 2,45, 3, 2.5 ആ റേഞ്ച് കയറും. 2016 വണ്ടിയാണ്. ഇത് സെൻസർ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സീറ്റ് എല്ലാം ചെയ്ത വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്കൊരു 2 രൂപ നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. 2 രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ,
വണ്ടിയെല്ലാം എല്ലാ ഭാഗങ്ങളും നീറ്റാണ്. ഓക്കെ. ആ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, പ്രൈവറ്റ് വണ്ടിയാണ്. ഇത് കേബിൾ ടൈപ്പ് വണ്ടിയാണ്. ഓക്കെ. വണ്ടി നീറ്റ്. കേബിൾ ടൈപ്പ് ഉദ്ദേശിച്ചത് ഗിയർ ഷിഫ്റ്റ് ആണ്? അല്ല, കേബിൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെൻസർ ഇല്ലാത്ത സെൻസർ ഇല്ലാത്ത അങ്ങനെയാണ്. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ആ ഓക്കെ. ഇതെല്ലാം പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുക അല്ലേ? അതെ അതെ അതെ, പുതിയ പെയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയാട്ടാ ഇത് നമ്മൾ 2.5 ചോദിക്കുന്നത്. 2.5 ലോണ്? ലോണ് പ്രൈവറ്റ് ആകുമ്പോൾ ഒരു 1.40 1.50 ലോൺ. ഇത് 2019 വണ്ടിയാണ്, പേപ്പറുള്ള വണ്ടിയാണ്. ഇതും 2019 എല്ലാ ഭാഗങ്ങളും കൊള്ളാവുന്ന വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടിയല്ലേ? ആ അതെ അതെ. പെയിന്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ടയറെല്ലാം നല്ല കണ്ടീഷനുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് 2.25 നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. 2.25 കേട്ടോ? ആ അതെ അതെ. ഓക്കെ. ഇത് 2005 ആൾട്ടോ LX. AC മാത്രമാണ്? 30 വരെ പേപ്പർ, അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൊള്ളാവുന്ന വണ്ടികളാണ്. ഓക്കെ. LX ആകുമ്പോൾ AC മാത്രമേ ഉള്ളൂ വണ്ടി? AC മാത്രം. എങ്ങനെയാണ് വരുന്നത്? ഇത് 70 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 30 വരെ പേപ്പറുണ്ട്.